ഹലോ മൈ ഡിയേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ് വരുന്നത്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ അല്ലേ? നമ്മൾ സാധാരണയായിട്ട് എപ്പോഴും പറയുന്നതാണല്ലേ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ചില സമയം ഇങ്ങനെ പറയാൻ ലൈഫ് ഈസ് നോട്ട് ബ്യൂട്ടിഫുൾ എന്ന് പറയും. സോ ഈ ഒരു കാര്യം പറയാനായിട്ട് പറയുന്നതിൻ്റെ കാര്യം, ഞാനൊരു ദിവസം രാവിലെ ഉറക്കം എണീറ്റിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ആ സമയത്താണ് ഞാൻ ആ ഒരു ഫിലിം ഒന്ന് കാണാൻ പോയത്. നിങ്ങൾക്ക് അറിയായിരിക്കും മോഹൻലാലിൻ്റെ സിനിമ. ആ സിനിമ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കണ്ടു. സത്യം പറഞ്ഞാൽ ആ സിനിമ കണ്ടപ്പം ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിനകത്ത് ശ്രദ്ധിച്ചു പോയി. നമ്മുടെ ജീവിതത്തിനെ പല ആംഗിളിലും കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് എങ്ങനെയാണ് പല ആംഗിളിലും കാണാൻ പറ്റുന്നത്? കാരണം വെച്ചാൽ നമ്മളെപ്പോഴും താഴെ നിൽക്കുമ്പോൾ എപ്പോഴും ചെറുതായിട്ടാണ് തോന്നുന്നത്. അതിനെ നമ്മൾ കുറച്ചും കൂടി ഒരു ഹൈറ്റുള്ളൊരു പ്ലേസിലോട്ട് കയറി നിന്നിട്ട് നമ്മൾ നോക്കുമ്പം നമ്മുടെ ജീവിതത്തിൻ്റെ പല കോണുകളെയും നമുക്ക് കാണാൻ പറ്റും, പല ആളുകളെയും കാണാനായിട്ട് പറ്റും. സോ ഇവരെല്ലാം എന്ത് ഡിഫറൻസ് ആണ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ആ ഒരു ഫിലിം ഒന്നും കൂടി കാണുക. കണ്ടവരാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ചെറിയ ഡയലോഗ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റെസൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അത് ബ്യൂട്ടിഫുൾ ആക്കുന്നതും അതിനെ നശിപ്പിക്കുന്നതും ഒക്കെ നമ്മളാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, നമുക്ക് ഫ്രീഡം വേണം, മണി വേണം, നല്ല ആരോഗ്യം വേണം, നല്ല റിലേഷൻഷിപ്പൊക്കെ വേണം. സോ ഇതൊക്കെ നമുക്കുണ്ട്. എന്നാൽ നമ്മൾ തന്നെയാണ് ഇതൊന്നും വേണ്ട എന്ന് വയ്ക്കുന്നത്. നമ്മൾ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്നെക്കൊണ്ട് ഭയങ്കര ടെൻസ്ഡാണ്, എന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല, ഞാൻ എന്തിനാ ഇത് ചെയ്യും, ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ എന്തായിരിക്കും ലൈഫ് എന്തായാലും കോളമായിട്ട് പോകും. അതേസമയം നന്നായിട്ട് റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും എന്തായിരിക്കും നമ്മുടെ ലൈഫിനെ ഏതൊക്കെ രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള ഒരു നല്ലൊരു പർപ്പസ് അവർക്കുണ്ടായിരിക്കും. അതുകൊണ്ട് അവരുടെ ലൈഫ് എപ്പോഴും ബ്യൂട്ടിഫുള്ളാണ്. അതുപോലെ നിങ്ങളും നിങ്ങളുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആവണമെങ്കിൽ ലൈഫിനെ കാണേണ്ട രീതിയിൽ കാണുക, പല ആംഗിളിൽ നിന്ന് കാണുക. ഒരൊറ്റ ആംഗിളിൽ നിന്ന് മാത്രം നോക്കുമ്പോൾ നമുക്കെന്തായിരിക്കും നമ്മൾ മാത്രം കുറ്റക്കാരായിട്ട് തോന്നും, അല്ലെങ്കിൽ മറ്റൊരാൾ മാത്രം കുറ്റക്കാരായിട്ട് തോന്നും. അങ്ങനെയല്ല നോക്കുക. നമ്മൾ കുറ്റക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുക. എന്നിട്ട് എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്ന് നോക്കുക. സോ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എന്തുണ്ട്, സൊല്യൂഷനുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.